എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങളിത് കാണുക. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ഇനി എത്ര കാലം കാത്തിരിക്കണം കൃത്യമായി പറയാനുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? അതായത് നിങ്ങൾ കാത്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടാകാൻ. ജീവിതത്തിൽ മറ്റ് ഒരുപാട് പേരെ കണ്ടെങ്കിലും ആ വ്യക്തിയെപ്പോലെ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച മറ്റാരുമില്ല. ആ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ, ആ വ്യക്തി നെഗറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്താലും അത് ഒഴിവാക്കി കളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് പറഞ്ഞു വേണ്ട, ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾക്കെന്തിനാണ് ആ വ്യക്തിയെ, നിങ്ങൾ അത് തള്ളിക്കളയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത് പറയാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒരു വ്യക്തിയായിട്ടത് മാറുകയാണ്. ജീവിതത്തിൽ എപ്പോഴും, ജീവിതത്തിൽ എവിടെ, ഏത് സാഹചര്യത്തിലും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു തീരുമാനമാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളത്. ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോഴും, നിങ്ങൾ ആ വ്യക്തി ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുമ്പോഴും ചില സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം പുറമെ കാണാൻ കഴിയുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റെന്തോ ചിന്തകളും മറ്റെന്തോ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പെരുമാറ്റങ്ങളുടെ തെറ്റിദ്ധാരണകളും ആ വ്യക്തിയുടെ അകൽച്ചയ്ക്ക് കാരണമാണ്. നിങ്ങൾക്കൊപ്പമുള്ള ചില ആളുകൾ പോലും നിങ്ങളറിയാതെ നിങ്ങളെ പറ്റി മോശമായ ചില ചിത്രങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നു. മോശമായ ചില ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്കുണ്ട് എന്ന് ആ വ്യക്തിയോട് ചെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയിൽ അവമതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് നിങ്ങളെ കാണിക്കുന്ന ചിലർ പറയുന്നുണ്ട്. ഇതെല്ലാമാണ് സാഹചര്യങ്ങൾ. ആ വ്യക്തി പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ആ വ്യക്തി സ്വയമേവ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ, നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് പറയുന്ന ചില കുറ്റങ്ങൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമായിട്ടത് മാറുന്നു. സ്നേഹം ഇല്ലാതില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനും ആ വ്യക്തിക്ക് സാധിക്കില്ല. കാരണം ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അറിയാം നിങ്ങൾ ആ വ്യക്തിയെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെന്ന്. മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ ലോകത്ത് നിങ്ങളെപ്പോലെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു സത്യം കൃത്യമായിട്ട് ആ വ്യക്തിക്കറിയാം. ഇതെല്ലാം അറിയുമ്പോഴും, ഇതെല്ലാം കൃത്യമായി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ്. നേരത്തെ പറഞ്ഞ 3 കാരണങ്ങൾ അതിൽ പ്രധാനമായിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്ത് നിങ്ങൾക്കൊപ്പമുള്ള ഒരാൾ ആണെങ്കിലും ആ വ്യക്തിയുടെ അടുത്ത് പ്രത്യക്ഷമായോ പരോക്ഷമായോ നിങ്ങളെപ്പറ്റി മോശമായി ചിത്രീകരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വ്യക്തി എപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ചോദ്യത്തിന്, അങ്ങനെയുള്ളൊരു കാര്യത്തിനൊരു മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തിയും നിങ്ങളും സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് എത്ര വിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളത് പുറത്ത് പറയാതിരിക്കുക. കാരണം നിങ്ങളെ
ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നവർ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കുന്നത് ചിലർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വലിയൊരളവ് വരെ ആ വ്യക്തിയുടെ മൗനത്തിനോ ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുറക്കാത്തതിൻ്റെയൊക്കെ കാരണമാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നിങ്ങൾക്കിടയിൽ തന്നെ സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വിജയമായിരിക്കും. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അതെത്തും. പിന്നെ ആ വ്യക്തിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രവൃത്തിയും വാക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കുക. ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തിയോട് ആത്മാർത്ഥമായി ഈ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ നിന്നും ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്. ആത്മവിശ്വാസം ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു വാക്കുകളും ആ വ്യക്തി കേൾക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ചെന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയും നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയുകയും ചെയ്യും. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമില്ലായ്മയല്ല, ചില സാഹചര്യങ്ങൾ ചിലർ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്നു. അത് ചില കാര്യങ്ങൾ അവരറിയുമ്പോഴാണ് നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ നിങ്ങൾ ആർക്ക് മുമ്പിലും തുറന്ന് പറയേണ്ടത്. പ്രത്യേകിച്ച് ആ വ്യക്തിയുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ആ വ്യക്തിയുമായുള്ള ഇഷ്ടം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നോ അതേ സംബന്ധിച്ച്, അതായത് പൂർണ്ണമായും ആ വ്യക്തിയെ നിങ്ങളെ സംബന്ധിച്ച ഒരു കാര്യവും ആരോടും റിവീൽ ചെയ്യാതിരിക്കുക, പുറത്ത് പറയാതിരിക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ലഭിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യം മറ്റാർക്ക് മുമ്പിലും പറയാതിരിക്കുക. ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരിക്കും, നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കൃത്യമായ ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തിക്ക് ആ വ്യക്തി എന്നല്ല ലോകത്തെ ഏത് വ്യക്തിയുടെയും ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയും. ആ ശക്തി വിചാരിച്ചാൽ, എൻ്റെ ശക്തി വിചാരിച്ചാൽ ഈ വ്യക്തിയുടെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് കെട്ടാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. അതിൻ്റെ ഇടയിൽ സംശയത്തിൻ്റേതായ ഒരു കണിക പോലും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിക്കാൻ ഇടയായാൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും നിങ്ങളുടെ മനസ്സിനെ പ്രതിസന്ധിയിലാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുക. അത്തരം ആത്മവിശ്വാസം നിങ്ങൾക്ക് വലിയ തരത്തിലുള്ളൊരു ധൈര്യവും ആത്മസംതൃപ്തിയും പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾക്ക് ഒരു വലിയ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യും. ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്തുകൊണ്ട് അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ശക്തി നൽകും. തീർച്ചയായിട്ടും നിങ്ങൾ അത് സംബന്ധിച്ച് മുന്നോട്ട് പോവുക ആത്മവിശ്വാസത്തോടെ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി, ജീവിതത്തിൽ വലിയ തരത്തിലുള്ളൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികൾ ഘട്ടങ്ങളിലെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വ്യക്തി എന്ന് നിങ്ങളെ സ്വീകരിക്കും, നിങ്ങളുടെ വ്യക്തി എന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഉത്തരം അതിലുണ്ട്. ആ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളിലെ ആത്മവിശ്വാസമില്ലായ്മ, എൻ്റെ ശക്തി വിചാരിച്ചാലും എനിക്ക് ആ വ്യക്തിയെ കിട്ടില്ല എന്നാണ് ഇപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ആര് വിചാരിച്ചാലും ആ വ്യക്തിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്നുള്ളൊരു മിഥ്യാധാരണയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് അറിയേണ്ടത്, നിങ്ങളുടെ ശക്തി, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തെ മുഴുവനായി പറിച്ച് നിങ്ങൾക്ക് നൽകാൻ കഴിയും. അത്രത്തോളം വലിയൊരു ശക്തിയോട് ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കും.
മറ്റാരോടും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് പറയാതിരിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.